മൂന്നാമത്തെ വയസ്സിൽ അവർ കാട്ടൂർ ടെമ്പോ സ്റ്റാൻഡിൽ വണ്ടി കഴുകാൻ പോയി വന്ന് ജീവിച്ചു വന്നവരാണ്. അപ്പോൾ അവനൊരു ധൈര്യക്കുറവാണ്. പുള്ളി ഓണത്തിന് വീട്ടിൽ പോയില്ല. അവനും വണ്ടി ഭയങ്കര കേരളം ചിലപ്പോൾ നിന്ന് കത്തും. എല്ലാ ഗ്രാഫിക്സും ഏത് വണ്ടി ചെയ്താലും അവർ ബസ്സിന്റെ കോപ്പി അടിച്ചാലും അതിൽ ഓണർമാർ കലിക്കുന്നുണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സീത്തേട്ടൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ ഒരു വിശ്വാസം വരുന്നില്ല. സീത്തേട്ടൻ ഫുൾ സപ്പോർട്ടാണ്. പക്ഷേ ജീവിതം ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. പക്ഷേ നമ്മൾ ഓണേഴ്സിന്റെ കൂടെ ഒന്നും എത്തൂലെങ്കിലും. അപ്പോൾ മച്ചാന്മാരെ, എല്ലാവർക്കും മോഗര വ്ളോഗേഴ്സിന്റെ ഒരു കിടിലൻ വീഡിയോയിലേക്ക് വീണ്ടും 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 സ്വാഗതം. അനന്തപത്മനാഭന്റെ മണ്ണിലെ തരംഗമാവാൻ പോകുന്ന കുട്ടി കൊമ്പന്റെ വേറെ ലെവല് റിവ്യൂ വീഡിയോയാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങ് വടക്കുന്നാഥന്റെ മണ്ണിൽ, തൃശ്ശൂരിന്റെ മണ്ണിൽ നമ്മുടെ സുജിത്തേട്ടന്റെ പ്രസ്ഥാനമായ ജയഗുരു പ്രസ്ഥാനത്തിലെ ഒരു തമ്പുരാനായിട്ട് വാഴുന്ന ഗ്യാങ്സ്റ്റർ ഏറ്റവും പുതുമയുള്ള ഒരു പതിപ്പിലെ ഒരു ആ വണ്ടിയെ മിനിയേച്ചർ ആക്കിയാൽ എങ്ങനെ ഇരിക്കും? അനന്തപത്മനാഭൻ്റെ മണ്ണിൽ നമ്മൾ പൂവച്ചിൽ സ്ഥിതി ചെയ്യുന്ന പാത്തൂസിൻ്റെ കൈ കിടക്കുന്ന നമ്മുടെ സുഹാന ടീമിലുള്ള പാത്തൂസിൻ്റെ കിടക്കുന്ന ഈ ഒരു കിടിലം വണ്ടിയുടെ കുഞ്ഞം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്. നമ്മുടെ ഈ ചാനലിൽ കൂടെ എങ്ങനെയായാലും കേരളത്തിൽ മൊത്തം ഇപ്പം തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കുഞ്ഞം വണ്ടിയുടെ കിടിലം റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പോലെ മോഗര വ്ളോഗേഴ്സിൻ്റെ ഒരു കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം. Tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away, as you fade away. Yeah, I'm about to fade away, cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a... മച്ചാന്മാരെ, എല്ലാവർക്കും മോഗര വ്ളോഗ്സിന്റെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ, എന്നത്തെ പോലെ ഒരു വെറൈറ്റി കണ്ടന്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഈ കിടക്കുന്ന പാത്തൂസിന്റെ കിടക്കുന്ന ഈ ഒരു കുട്ടിക്കൊമ്പന്റെ വേറെ ലെവല് വീഡിയോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി വേറെ രൂപത്തിലും ഭാവത്തിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ചാനലിൽ പണ്ട് ചെയ്ത കുട്ടിക്കൊമ്പന്മാരിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്ത അജ്മീർ ഹാജിയെ കിടന്ന കൊമ്പൻ ബസിന്റെ അധോലോകം മോഡലുണ്ടായിരുന്ന അതേ സെയിം വണ്ടിയാണ്. പക്ഷെ ഇതില് പാത്തൂസ് അവരെ കയ്യിൽ നിന്ന് ഈ വണ്ടി എടുത്ത് ഫ്രണ്ടും മാറി, സ്റ്റിക്കർ ഫുൾ അടിമുടി മാറി, കൊമ്പനെ വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. കാരണം ജയ്ഗുരുവിൻ്റെ ടീമിൽ കിടക്കുന്ന നമ്മുടെ സുജിത്തേട്ടൻ്റെ ജയ്ഗുരുവിൻ്റെ കിടക്കുന്ന ഗ്യാങ്സ്റ്ററിൻ്റെ അതേ ഗ്രാഫിക്സ്. സാധാരണ വലിയ വണ്ടിയിലൊക്കെ ചെറിയ വണ്ടിയിൽ ഗ്രാഫിക്സ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വരാറുണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവലാക്കി ഈ വണ്ടി ഗ്രാഫിക്സ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ വർക്ക് ഫുള്ള് ചെയ്തിരിക്കുന്ന സിനിക്സ്, കൊട്ടിയത്തുള്ള സിനിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സ് വർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവൽ, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് സൂപ്പറായിട്ട് എന്നാലും നമ്മുടെ ജയ്ഗുരുവിൻ്റെ ഗ്യാങ്സ്റ്ററിൻ്റെ വണ്ടിയിൽ ആ ഒരു വലിയ 49 സീറ്റർ ബസ് എങ്ങനെ കാണും, അത് ഈ സെയിം ഫീല് ജയ്ഗുരുവിൻ്റെ ആ ഒരു ബസ് നമ്മൾ എങ്ങനെ കാണും, ആ ഒരു സെയിം ഫീൽ തന്നെയാണ് പാത്തൂസ് ഈ ഒരു വണ്ടി അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാത്തൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പാത്തൂസിൻ്റെ ഇതിനു മുമ്പും 2 വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഈ ഒരു ടീം, ഈ ഒരു ക്രൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ എല്ലാവരും അവിടെ കൂടിയിടുന്നുണ്ട് പാത്തൂസിൻ്റെ. അപ്പോൾ വേറെ ലെവലാക്കി പാത്തൂസ് വണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം പാത്തൂസിൻ്റെ ബാക്കി റിവ്യൂസിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും മുകളിൽ വണ്ടിക്ക് അനുയോജ്യമായ രീതി തന്നെയാണ് പാത്തൂസ് ഈ ഒരു ഫോണ്ട് അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന ആ ഒരു ഫീല് പ്രതീതി ഉണർത്താൻ വേണ്ടിയിട്ട് റിബൺ കൊണ്ടൊക്കെ വണ്ടി അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനയ്ക്ക് നെറ്റിപ്പട്ടം എന്ന പോലെ ആനയ്ക്ക് കഴുത്തിലിട്ട് കൊടുക്കുന്ന ആ ഒരു മാലയുടെ സെയിം ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ പാത്തൂസ് എഴുതിയിട്ടുണ്ട്. അതൊക്കെ വേറെ ലെവലാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞാൽ മോനെ വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവൽ. ഏറ്റവും മുകളിൽ ടോപ്പ് ലൈറ്റിൽ നിന്ന് തന്നെ ഫസ്റ്റ് തുടങ്ങും നിരത്തി വെച്ചിട്ടുണ്ട്. ടോപ്പ് ലൈറ്റുകൾ ഒന്നിടവിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നമ്മുടെ ഫിഷ് ലൈറ്റുകളും അവിടെ നിരത്തി തന്നെ വെച്ചിട്ടുണ്ട്, ഒന്നിനും ഒരു കുറവില്ലാതെ. പിന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന കാര്യമാണ് ഈ ഒരു ഗ്രാഫിക്സിനോട് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ എടുത്തു നിൽക്കുന്ന രീതി തന്നെയാണ് പാത്തൂസിൻ്റെ ആ ഒരു എഴുതിക്കുന്ന ഫോണ്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടി വർക്ക് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് മാറിയതൊക്കെ നമ്മുടെ പാർത്ഥസാരഥി തന്നെ, കൊല്ലത്തുള്ള പാർത്ഥസാരഥി ബോഡി ബിൽഡേഴ്സാണ് ഇതിൻ്റെ ഫ്രണ്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള മാറിയതിൻ്റെ ഒരു
ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ 49 സീറ്റർ ബസ്സിലുള്ള ഒരു ഇതാണ്. കാരണം വീഗ ഇങ്ങനെ ചരിഞ്ഞ് വരും. ആ ഒരു ചരിവ് ഇവിടെയും അവർ നിലനിർത്തിയിട്ടുണ്ട്. കാരണം ആ ഒരു ചരിവും കൂടെ വരുമ്പോഴേ ആ 49 സീറ്ററിന്റെ പ്രതീതി നമുക്ക് കിട്ടും. ഹെഡ്ലൈറ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ വേഗയിലൊക്കെ ഉള്ളതുപോലത്തെ സെയിം ആ ഒരു ലുക്കുള്ള ആ ഒരു ഹെഡ്ലൈറ്റ്സ് ഒരു കൺസോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്കായിട്ട് ആ ഒരു ഗ്രില്ലും കൂടെ വന്നപ്പോൾ വേറെ ലെവലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 49 സീറ്ററിലെ വീഗ ആ ഒരു മോഡൽ തന്നെയാണ് ഇതിലും കുട്ടിക്കൊമ്പനായിട്ട് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിലും ഒരു എക്സ്ട്രാ ഒരു ബമ്പർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ ലൈറ്റുകൾക്ക് അതിൽ തന്നെ അവർ നമ്മുടെ നിയോൺ ലൈറ്റ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നിയോൺ ലൈറ്റ് സെറ്റുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. അത് പകലാവട്ടെ രാത്രി ആവട്ടെ വണ്ടിക്ക് അഴക് കൊടുക്കുന്നത് നിയോൺ ലൈറ്റ് ഇപ്പോഴത്തെ വണ്ടികളിൽ വഹിക്കുന്ന പങ്ക് വലുത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ആ ഒരു കുഴുവിൽ ഫോഗ് ലൈറ്റ് വെച്ചിരിക്കുന്നത്. ആ ഒരു ആകൃതി തന്നെ അവർ കറക്റ്റായിട്ട് പാർസൈഡിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബമ്പർ ലിപ്സുകളും 2 സൈഡിലായിട്ട് റെഡ് കളർ തീമിൽ 2 ബമ്പർ ലിപ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ജയ്ഗുരുവിൻ്റെ വണ്ടി, നമ്മുടെ ഈ കിടക്കുന്ന പാത്തൂസിൻ്റെ വണ്ടി, ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ രണ്ടും ഒരേ രീതിയിൽ ഒരേ പ്രതീതി ഉണർത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ 2 വണ്ടിയും അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് അവർ ലുക്ക് ഫുൾ ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി വണ്ടിയുടെ സൈഡിലേക്ക് പോകുമ്പോൾ ഉള്ള ഗ്രാഫിക്സും കൂടെ നോക്കാം. യാ മോനെ, നമ്മുടെ സത്യം ജയ്ഗുരു എന്നുള്ള പേര് എനിക്ക് വായിന്ന് പോകില്ല. ആ ഒരു ലെവൽ തന്നെ കറക്റ്റ് ആ ഒരു വണ്ടി കാണുന്ന രീതി തന്നെയാണ് പാത്തൂസ് ഈ ഒരു വണ്ടിയുടെ ഒരു ഇതെല്ലാം ചെയ്തവരെ വെച്ചേക്കുന്നത്. നമ്മുടെ ഈ ഡോർ കറക്റ്റ് ഫ്രണ്ടിലായിരുന്നെങ്കിൽ കറക്റ്റ് സൈഡ് നമ്മുടെ 49 സീറ്റർ ബസ് എങ്ങനെ കാണുമോ ആ ഒരു രീതി തന്നെ നമ്മൾ കാണും. ആ ഒരു ലെവലിൽ തന്നെയാണ് ഈ ഒരു വർക്ക് അവർ ചെയ്തേക്കുന്നത്. കാരണം ഏറ്റവും താഴെ ആവട്ടെ മുകളിലും സ്റ്റിക്കർ അവർക്ക് അവർ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ബസ് 49 സീറ്റർ ബസ് എങ്ങനെയാണോ ആ ബസ്സിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതുപോലെയെല്ലാം. കാരണം ആ ബസ്സിനോട് കറക്റ്റ് കണ്ടാൽ ആ ബസ്സാണെന്ന് തോന്നുന്ന ആ ഒരു രീതി ചെയ്യുമ്പോൾ അങ്ങനെ വലിയ വണ്ടിയിലുള്ള അതേ സെയിം വർക്ക് ചെറിയ വണ്ടിയിൽ അതേപോലെ ആവാഹിക്കുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ അതെല്ലാം അവർ തരണം ചെയ്തു തന്നെ പറയുന്നത്. കാരണം സെയിം ഇനി എന്തൊക്കെ മാറ്റിയിട്ടുണ്ടോ അതെല്ലാം അവർ ആ ഒരു രീതിയിൽ മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മുകളിൽ AC ഓപ്ഷനായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ബോക്സ് അവർ വൈറ്റ് കളർ പെയിൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അത് കാണിക്കുന്ന ഓരോരോ മൈല്യൂട്ടുകളുടെ കാര്യങ്ങൾ പോലും അവർ കിടിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാത്തൂസിൻ്റെ പേര് വൈറ്റ് കളറിൽ എവിടെ എഴുതിയിട്ടുണ്ട്, പാത്തൂസ് ടീം സുഹാന. അപ്പോൾ അതും വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് അവർ കിടിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ മോനെ വേറെ ലെവലിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ വീൽ പ്ലേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴത്തെ കാറുകളിലൊക്കെ പയ്യന്മാർ സ്പോർട്സ് രീതിയിൽ സ്പോർട്സ് കാറിൻ്റെ ഒക്കെ ഒരു രീതിയിൽ വയ്ക്കുന്ന പോലെ ഒരു ആഡംബരമായിട്ടുള്ള രീതിയിൽ ഒരു വീൽ കപ്പ് ഇവിടെ എല്ലാ ടയറിലും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സൈഡ് വ്യൂ, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴുള്ള സൈഡ് വ്യൂ മോനെ ആനയ്ക്ക് നെറ്റിപ്പട്ടം കിട്ടുന്നത് പോലെ ആ ബസ്സിൻ്റെയൊക്കെ ആ ഒരു പേര് വേറെ ലെവൽ തന്നെയാണ്. അപ്പം പാത്തൂസ് എന്ന് പറയുമ്പോഴും ഒരു തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു ടീമാണ് പാത്തൂസ്. അപ്പം അവർ ഈ ഒരു വണ്ടി വരുമ്പം ഈ വണ്ടിയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ BRSലേക്ക് വർക്കിനായിട്ട് പോകുന്നുണ്ട്. അജ്മീറാജ് എന്ന് നമ്മൾ വണ്ടി എടുത്ത് ഫ്രണ്ടെല്ലാം മാറി സൈഡ് ഗ്രാഫിക്സ് എല്ലാം ചെയ്ത് ഇനി BRSലേക്ക് വർക്കിനായിട്ട് പോവുകയാണ്. വണ്ടി BRSൽ നിന്ന് വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു കാര്യം ഷുവറാണ്, കേരളം മൊത്തം തരംഗമായിട്ടേ വണ്ടി ട്രിപ്പ് ഓടി തുടങ്ങും. കാരണം അത്രയ്ക്ക് വർക്കുള്ള വണ്ടിയാണ്. കാരണം നമ്മളിത് കാണാൻ പറ്റില്ല. ജയ്ഗുരു എന്ന് പറയുമ്പോൾ സുജിത്തേട്ടനെ ജയ്ഗുരു എന്ന് പറയുമ്പം എക്സ്ട്രാ ലെവലിൽ ഫാൻസ് ഉള്ള വണ്ടിയാണ്. അതിൻ്റെ കൂടെ ഈ അവരുടെ അതേ സെയിം വർക്ക് ഇവിടെ ചെയ്യുമ്പോൾ ഈ വണ്ടി പിന്നെ വേറെ വേറെ ലെവലാവുന്നതിന് വേറെ ഒരു സംശയമില്ല. അതുപോലെ സൈഡിൽ നിന്ന് ബാക്കിലോട്ട് വരുമ്പോഴുള്ള ബാക്ക് വ്യൂ കറക്റ്റ് ഇവർ മാറ്റിയിട്ടില്ല. അജ്മീറാജ് കിടന്ന ആ സെയിം ബാക്ക് ഈ വണ്ടിയിൽ അവരെ ഫ്രണ്ട് മാത്രമായിട്ടുള്ളൂ, സൈഡും ബാക്കും എല്ലാം ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്തു. അതാണ് ഈ വണ്ടി ചെയ്തത്. അപ്പം ബാക്കിൻ്റെ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞ് ചളിയെടുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ അജ്മീറാജിയുടെ ബസ്സിൻ്റെ വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്താൽ കൊള്ളായിരിക്കും. അതുപോലെ തന്നെ മച്ചാമാരെ വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാൻ മറക്കല്ലേ. കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്താണ്. കിടലം ബസ്സിൻ്റെയൊക്കെ വീഡിയോസ് ഇനി വരുന്നതാണ്. ഇടയ്ക്ക് സമയം കിട്ടിയും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മച്ചാമാരുടെ ലുക്ക് ഒരു രക്ഷയില്ല. കാരണം നമ്മൾ 49 സീറ്ററിൻ്റെ ബസ്സിൻ്റെയൊക്കെ ആ ഒരു ആകൃതി വരുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഒരു ലൈറ്റിംഗ് സിസ്റ്റത്തിലാവട്ടെ, അല്ലെങ്കിൽ എവിടേക്ക് പേരെഴുതിക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ താഴെ നമ്മുടെ ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ നമ്പർ പ്ലേറ്റ് വരുന്ന ഈ സൈഡിലാണ്. അപ്പം ഇതിൽ വലിയ 49 സീറ്റർ ബസ്സിൽ അപ്പോൾ ഇതിൽ പണ്ടത്തെ ബസ്സിലേക്ക് വരുന്ന പോലെ ഇവിടെ താഴെ ഈ ഒരു സ്ക്വയർ ഒരു കുഴിക്കകത്ത് ഒരു നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ആ നമ്പർ കൊള്ളാം, 396. ആ ഒരു നമ്പർ മോനെ വേറെ ലെവലാണ്. കോടിക്കണക്കിന് പൈസയൊക്കെ ചിലവാക്കിയാണ് ചിലർക്ക് ഈ ഒരു നമ്പറൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ നമ്പർ. അപ്പോൾ എന്തായാലും പൊളി അൽപ്പൊളി. അപ്പം ഏറ്റവും മുകളിൽ ഗ്യാങ്സ്റ്റർ എന്നൊരു അവരുടെ എഡിഷൻ വെച്ചിട്ടുണ്ട്.
നമ്മുടെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് പ്രൊഫൈലിൽ കണ്ടതിൻ്റെ അതിൻ്റെ ഒരു റൈറ്റ് പതിപ്പായിട്ട് തന്നെയാണ് ഇവിടെ ലുക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലുക്കും അതിൻ്റെ ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്തിരിക്കുന്ന ഫിനിഷിങ്ങും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വേറെ ലെവലൊക്കെ ഉണ്ട്. കാരണം ഓരോ കളറിൻ്റെയും ആ ഒരു കളറിൻ്റെ ഓരോരോ കളർ കോമ്പിനേഷനിൽ വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കണ്ണിന് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു കളർ വർക്ക് വരുന്നത്, ഡിസൈൻ വർക്കും. കാരണം ഓരോരോ കളറായിട്ട് എടുത്തെടുത്തെടുത്ത് നമ്മൾ കാണാൻ സാധിക്കും. ആ രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പിറകിലായിട്ട് നമുക്ക് എമർജൻസി എക്സിറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ഡോറ് പോലെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ലുക്കിൻ്റെ കാര്യവും വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസും മോനെ വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവൽ തന്നെയാണ്. ഇത് BRSൽ പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ തരംഗമാവും കേരളത്തിൽ ഒരു പൊടി പൊടിക്കുമെന്നതിന് ഒരു സംശയമില്ല. കാരണം വേറെ ലെവൽ വണ്ടി തന്നെയാണ്. വെളിയിലുള്ള ലുക്കിൻ്റെ കാര്യം എല്ലാം നമ്മൾ കണ്ടു. വേറെ ലെവലാണ്. ഇതേ ഗ്രാഫിക്സ് വർക്ക് പറയാതിരിക്കാൻ വേണ്ടില്ല, വേറെ ലെവലാണ്. അപ്പോൾ നമ്മുടെ പാത്തോസിൻ്റെ ഓണറും നമ്മുടെ ഈ വണ്ടിയുടെ മെയിൻ ഡ്രൈവറുമാണ്. ചേട്ടാ പേര്? എൻ്റെ പേര് ശരത്താണ്. ശരത്ത്. ഈ ചേട്ടൻ നമ്മുടെ പാത്തോസിൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ? ഷമീ. ഇപ്പം പാത്തോസിൻ്റെ വണ്ടിയുടെ പാത്തോസിൻ്റെ ഒരു കാര്യങ്ങൾ എന്നൊക്കെ എന്ന് പറയാം. കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വണ്ടി മുമ്പുള്ള വണ്ടി കാര്യം അറിയാം, എല്ലാം അറിയാം. ഇത് പിന്നെ ഇരുന്നപ്പോൾ നമുക്കൊരു ഐഡിയ തോന്നിയാണ്. പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ തോന്നും, അതൊക്കെ ഒന്ന് ചെയ്യും. മോളാണ്, മൂത്ത മോളാണ്. ആദ്യം ചേട്ടൻ്റെ മോളെ പേരായിരുന്നു സുഹാന. ഇങ്ങനെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോന്ന് വണ്ടികൾ ഇങ്ങനെ വരുമ്പോൾ ഓരോ അനുസരിച്ച് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, ഇങ്ങനെ ചെയ്താൽ ഇരിക്കുന്നു പറഞ്ഞിട്ട് കൊണ്ട് കയറ്റും. പിന്നെ ഇവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ കൂടെ നിൽക്കുന്ന പറഞ്ഞാൽ എനിക്ക് എന്ത് ആവശ്യം വന്നാലും ഒരു വണ്ടിയായാലും വീട്ടിലെ ആവശ്യമായാലും എന്തായാലും അവർ ഓൾറെഡി കൂടെ നിൽക്കും. കൂടെ നിൽക്കാൻ കുറെ പേരുണ്ട്. ഞാനെന്തെങ്കിലും സാധനമാക്കി വണ്ടി പണിയാനാലും അവരൊന്ന് പോയിക്കോളും. എൻ്റെ ഒരു സാന്നിധ്യം അവിടെ ആവശ്യം വരത്തില്ല. പുള്ളിക്കാരൻ കൂളാണല്ലേ. നമ്മളൊരു സെക്കൻഡ് വണ്ടിയാണ്. ഇപ്പം മുമ്പ് അജ്മീർ ഹാജി നമ്മളെടുത്ത് ആ BMR മാറ്റി ഇങ്ങനെ ഒരു വേഗം ചെയ്യാണ്ടൊരു പ്ലാനായിരുന്നു. അത് ചെയ്ത് സക്സസ് ആയി. പിന്നെ ജയ്ഗുരു നമ്മളൊരു പ്ലാനായിരുന്നു. ആ ജയ്ഗുരുവിൻ്റെ ഗാങ്സ്റ്റർ തന്നെ ഇറക്കണമായിരുന്നു. ആഗ്രഹം പോലെ നടന്നു. പിന്നെ ഇത് നമ്മുടെ ശാസ്താംകോട്ട പാർത്ഥസാരഥി നമുക്ക് പച്ച വണ്ടിക്ക് നമുക്ക് നല്ല ഓട്ടമാണ്. ജയ്ഗുരുവിൻ്റെ ജില്ലയിൽ നല്ല ഓട്ടമാണ്. നല്ലൊരു പേരുണ്ടായിരുന്നു. ആ വണ്ടി പോയതിനു ശേഷം നമുക്ക് ഒരുപാട് ഓട്ടത്തിൽ എല്ലാവരും പിന്നെ വണ്ടി ചോദിക്കാം. പിന്നെ നമുക്ക് അതേപോലെ കിട്ടാവുന്ന വിചാരിച്ച് പിന്നെ ഗാങ്സ്റ്ററിന്റെ മോഡൽ തന്നെ എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടതാണ്. സൈഡിൽ നിന്ന് കറക്റ്റ് ഫ്രണ്ടിൽ നോക്കി ജയ്ഗുരിന്റെ അതേ സെയിം വണ്ടി. ഒരുപാട് നോക്കി ഒരുപാട് നമ്മൾ ഇതിന്റെ പുറകെ തന്നെ ഈ സ്റ്റിക്കർ ഗ്രാഫിക്സ് പുറകെ തന്നെ ഒരുപാട് വർഷം സെലക്സാണ് ചെയ്തേക്കുന്നത്. പുതിയ വന്ന് തുടങ്ങിയതല്ലോ വന്നിങ്ങനെ തോന്നുന്നു. അപ്പൊ ഇതിനെ ചോദിച്ച് അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഞാൻ പറഞ്ഞ് ചെയ്യണം. അപ്പോൾ അവനൊരു ധൈര്യം കുറവായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞ് ചെയ്തു, ധൈര്യമായിട്ട് ചെയ്തു. എന്തുണ്ടെങ്കിലും ഒരു മണിക്കൂർ രണ്ട് സ്ഥലം ഓടിച്ച് ഞാനത് എൻ്റെ അടുത്ത് നോക്കുമ്പോൾ പറയുമ്പോൾ ഞാനവര് പറഞ്ഞ് ഞാൻ രാവിലെ അങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കങ്ങ് പറഞ്ഞു പറഞ്ഞു ഞാൻ അവിടെ നിന്ന് 8:30 മണിയായപ്പോൾ ഞാൻ വിളിക്കുകയാണ്. ഞാൻ ഇറങ്ങിയിടാന്ന് പറഞ്ഞു. ആ ശരി ഞാൻ ഇറങ്ങുന്നു പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മൊബൈലിൽ ഫോട്ടോ എടുത്തു. രണ്ട് സൈഡ് ഓടിച്ച് ബാക്ക് ഓടിച്ച് നിർത്തി. ഒരു മണിക്കൂറാണ് ഞാൻ വരുന്നില്ല. രണ്ട് സൈഡും ഒരു മണിക്കൂർ കൊണ്ടാണ് ചെയ്തത്. മൊത്തത്തിൽ വണ്ടി അത്രയും അവർക്ക് ഓണം ഞാൻ പറയണം എനിക്ക് ഓണത്തിന് ഓട്ടം ഉണ്ട്, എനിക്ക് വണ്ടി ഇറക്കി തരണം പറഞ്ഞ് എൻ്റെ പറഞ്ഞ നീ ഇതേ കൊണ്ടുവന്നു പറഞ്ഞു. ശരി ഞാൻ എൻ്റെ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് ഫ്രണ്ട് പണികളെ അഡ്വാൻസ് ചെയ്ത് തന്നു. ഞാൻ അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ വണ്ടി കൊടുത്തത്. രാത്രി വണ്ടി കൊണ്ട് കൊടുത്തു. പിന്നെ ഞാൻ കൊട്ടാരക്കാരൻ വണ്ടി കൊടുത്തു. അപ്പോൾ പുള്ളി വന്ന് എടുത്തുകൊണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എന്ന് പറഞ്ഞാൽ പുള്ളി ഓണത്തിന് വീട്ടിൽ പോയില്ല. ഇതിന് വേണ്ടിയിട്ടാണ് തിരുവോണത്തിന് അന്ന് എൻ്റെ വെളുപ്പാകാലം 4 മണിക്ക് എനിക്ക് ഫോട്ടോ അയച്ചിരുന്നു. ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, ഞാൻ പോയിട്ടില്ലെന്ന്. ഉച്ചയ്ക്ക് എന്നാൽ ഊണ് കഴിക്കാൻ പോയതാണ്. അത് കഴിഞ്ഞ് നേരെ പിന്നെയും വന്നു വണ്ടി. 7 ദിവസം എനിക്ക് ആ പുള്ളി കഷ്ടപ്പെട്ടു, രാവും പകലും കഷ്ടപ്പെട്ട് ഈ വണ്ടി ഒരു കഷ്ടപ്പാട് തന്നെയാണ്. പാർത്ഥസാരഥി ടീമിന്റെ ഒരു വിജയമാണ്. പക്ഷേ അവര് അവിടെ നിൽക്കുന്ന പണി പഠിക്കാൻ നിൽക്കുന്ന ചെറുക്കുന്നാലും വീട്ടിൽ പോയെന്നാണ് ചെയ്തത്. ഷാനെന്ന് എന്താ പറഞ്ഞത്. അപ്പൊ അതിനെങ്ങനെ ഒരു 17 വയസ്സ് 18 19 വയസ്സ് അവനും വണ്ടി ഭയങ്കര വണ്ടി പഠിക്കാൻ പോകുന്നില്ല. ഞാൻ നോക്കുമ്പോൾ മുഖ്യ പണി വണ്ടിക്കകത്ത് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് മോഹൻ്റെ അവിടെ തന്നെ വന്നപ്പോഴേ മനസ്സിലായി നമുക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു.
ഇവരൊക്കെ എങ്ങനെയാ പിന്നെ ഇവരൊക്കെ full 24 മണിക്കൂർ ഇവിടെ തന്നെ ഉണ്ടാവും. വണ്ടി വെച്ച് അത് വണ്ടി ഭ്രാന്ത് വന്ന പയ്യന്മാരെ പിടിച്ചാൽ കിടത്തില്ല. അവര് പിന്നെ വേറെ ഒന്നും പ്രതീക്ഷയിലല്ലേ അവരെ പറഞ്ഞേ. അവർക്ക് ഇതൊക്കെയല്ലേ സന്തോഷം എന്ന് പറയുന്നത്. കുറച്ച് ആൾക്കാരെ കഷ്ടപ്പാട് തന്നെയാണ് ഈ വണ്ടി എന്ന് പറയുമ്പോൾ. എനിക്ക് ഒരുപാട് ചോദിച്ചു വണ്ടി പണിതപ്പോൾ ഏതാണ് മോഡൽ, ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഏതാണ് മോഡൽ, നമ്മളൊന്നും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എല്ലാം സർപ്രൈസ്. പിന്നെ ഇതിൽ ചെയ്യാൻ പോകുന്ന ചെയ്ത് പറഞ്ഞാൽ അതിന് അടുത്ത ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് സെറ്റ് വർക്കാണ്. BRS വരുന്ന ഏത് വണ്ടി എടുക്കാനും ടോപ്പായിട്ടില്ല. അടുത്ത എന്തെങ്കിലും ആ രീതിയിൽ ചെയ്യുള്ളൂ. ഞാൻ ഇവിടെ വന്നപ്പോൾ മറ്റേ ചേട്ടന്മാർ ചോദിച്ചപ്പം ചെറിയ വർക്ക് എന്ന് പറഞ്ഞു ചെറിയ. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഇനി വരുന്ന 19 കുറച്ചുകൂടെ എന്താണെന്നുള്ളത് നോക്കി ഞാൻ അത് കണക്കാക്കി കൂടുതലായിട്ട് സെറ്റ് വർക്ക് ചെയ്ത്. കാരണം ഈ വണ്ടി ഞാൻ സെറ്റ് വർക്ക് ചെയ്ത് ഇറക്കുമോ. കാരണം ഞാൻ ഈ വീഡിയോയിൽ നേരത്തെ ഡയലോഗ് അടിച്ചായിരുന്നു. അത് ചുമ്മാ പറഞ്ഞില്ല. കാരണം ഈ ഒരു സ്റ്റിക്കർ വന്നപ്പോൾ ഇത്ര ഹൈപ്പ് കയറെങ്കിൽ BRC പോയിട്ട് ഒരു വർക്കും കൂടെ ചെയ്തു വരുമ്പം നേരത്തെ ഡയലോഗ് ഓർമ്മ വേണ്ടല്ല. 8 ഡേയിൽ പറഞ്ഞല്ല കേരളം ചിലപ്പോൾ നിന്ന് കത്തും. ഞാൻ വേണ്ടി കേട്ടാ കേരള സംസാരം മതി മനസ്സിലായാണ്. വണ്ടി ഭയങ്കര ജീവനാണല്ലേ. അല്ല വണ്ടി എനിക്ക് ഞാനെന്ന് പറഞ്ഞാൽ കൊച്ചുനാൾ മുതലേ ഞാൻ വണ്ടി കണ്ടു വളർന്നവരാണ്. കാരണം എൻ്റെ വാപ്പയൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് 13 വയസ്സിൽ അവർ കാട്ടണ ടെമ്പോ സ്റ്റാൻഡിൽ വണ്ടി കഴുവാൻ പോയി വന്ന് ജീവിച്ചു വന്നവരാണ്. അപ്പം നമുക്ക് ഞാനാദ്യം വണ്ടി എടുക്കുന്നത് 2013 സ്വന്തമായിട്ട് ടൂറിസ്റ്റ് എടുക്കുന്നത്. 2013 എൻ്റെ പേരിൽ സ്വന്തമായിട്ട് ഞാൻ ടൂറിസ്റ്റ് എടുക്കുന്നത് 2013. അപ്പം ഞാൻ കൊച്ചുനാൾ മുതലേ പിന്നെ ഓട്ടോറിക്ഷ, കാറ്, ചലഞ്ചർ, കൊക്കവറിൻ്റെ എൻ്റെ ഐറൂഫ് അങ്ങനെ ചെറിയ കണ്ട് 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 വളർന്നതാണ്. പിന്നെ എൻ്റെ വണ്ടി കുറിച്ചാണെങ്കിൽ ഞാൻ ഏത് ആഗ്രഹം പറഞ്ഞാലും അപ്പം എൻ്റെ ഫാദർ സമ്മതിക്കും. അപ്പം എനിക്ക് ഇന്ന വണ്ടി വേണമെന്ന് പറഞ്ഞാൽ നോക്കുന്നു പറഞ്ഞു. ആദ്യം അങ്ങനെ ഒഴിഞ്ഞ് മാറാക്കി പോകും. അപ്പം ഞാൻ വിടൂല എന്ന് പറയും വിചാരിക്കുമ്പോൾ കൊച്ചുനാളിൽ എനിക്കൊക്കെ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരു വണ്ടി കണ്ടിട്ട് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. 3 ഉറക്കത്തിൽ ഈ കാര്യങ്ങൾ പറയും. ആ വണ്ടി എടുക്കണം എന്ന് പറയും. ആദ്യം മനസ്സിലാകും, പിന്നെ മൈൻഡ് ആയിരിക്കും. പിന്നെ പറഞ്ഞ് ശല്യം കാരണം കൊണ്ടുവരുന്നത്. പിന്നെ ഇപ്പൊ എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് ഇപ്പൊ ഏത് വണ്ടി എടുത്താലും എന്തായാലും വണ്ടി പണിയണമെങ്കിൽ എന്തായാലും പൈസ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ട് പണിയും. അതിൽ കാണുന്നില്ല വണ്ടി വരുമ്പോഴായിരിക്കും അവരും കാണുന്നത്. ഒരു ഐശ്വര്യമായിട്ട് പാപ്പയും കൂടെ ഉണ്ടല്ലേ. ഈ ഒരു വണ്ടി ഏതാണെന്നോ വണ്ടി എങ്ങനെയാണെന്നോ ഒരു ഫോട്ടോ എന്റെ ചോദ്യത്തിൽ ഞാൻ കൊടുത്തില്ല. വണ്ടി വന്ന് രാവിലെ ഞാൻ 2 മണിക്കാണ് ഞങ്ങൾ ഓടി എത്തുന്നത്. അവിടെ നിന്ന് 2 മണിക്ക് ഓടി രാവിലെ വന്ന് വണ്ടി നോക്കിയപ്പോഴാണ് വണ്ടി കണ്ടത്. സർപ്രൈസ് ആയിരുന്നു എല്ലാവർക്കും. ഒരു സർപ്രൈസ് ആയിരുന്നു ഓണത്തിന് നമ്മൾ പാത്തൂസിന്റെ ഭാഗത്ത് നിന്ന് സർപ്രൈസ് ആയിട്ട് എല്ലാവർക്കും നിൽക്കുന്ന എല്ലാവരെയും ഞാൻ കുഞ്ഞുനാൾ മുതൽ എൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ്. എല്ലാവരും കുഞ്ഞുനാൾ മുതൽ എൻ്റെ ഉള്ള ആൾക്കാർ. അതുകൊണ്ട് എത്ര ചങ്കായിട്ട് കൂടെ നിൽക്കുന്നുണ്ട് എല്ലാവരും. ഇവിടെയായാലും വണ്ടിയിലായാലും വീട്ടിലായാലും എന്ത് ആവശ്യമുണ്ടെങ്കിലും കൂടെ. അപ്പോൾ എന്തായാലും വണ്ടി ഈ വണ്ടി ഒരു രക്ഷയില്ല. അതാണ് എനിക്ക് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനും ഇതിലെ ജയ്ഗുരുവിൻ്റെ വണ്ടി ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഇത്ര ഒരു പ്രൊഫഷൻ വിചാരിച്ചില്ല. സത്യം തന്നെ കറക്റ്റ് ഉള്ളവരാണ്. കാരണം ഫ്രണ്ടിൽ വന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ ജയ്ഗുരുവിൻ്റെ പേര് മാറ്റിയത് ഈ ഒരു ലെവലിലാണ് ഫ്രണ്ടിൽ കണ്ടപ്പോൾ വണ്ടി വന്നാൽ അവരുടെ കയ്യിൽ തന്നെ കൊടുത്ത് അവിടെ ഏത് വണ്ടി വന്നാലും എന്നുവെച്ചാൽ ഈ എല്ലാ വണ്ടിക്കും ഒറ്റ ഡ്രൈവറേ ഉള്ളൂ. എന്തെങ്കിലും രണ്ടാമത്തെ ഓട്ടം വന്നാൽ മാത്രമേ ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്യുള്ളൂ. അവിടെ എവിടെ കാക്ക വെച്ച് വണ്ടി കൊടുത്തു. ഇന്നലെ ഫസ്റ്റ് ഓട്ടം വന്ന് പൊന്മുടിയിൽ അവരുടെ കൊണ്ട് പോകത്തുള്ളൂ. പയ്യന്മാരുടെ ട്രിപ്പായിരുന്നു. അല്ലല്ലോ ഇഷ്ടപ്പെട്ടു. വണ്ടി പോകുന്നിടത്തെല്ലാം ഫോട്ടോ എടുപ്പും കാര്യങ്ങളാണ്. എല്ലാവർക്കും ജയ്ഗുരു. നമ്മൾ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രാഫിക്സ് ഏത് വണ്ടി ചെയ്താലും അവർ ബസ്സിന്റെ കോപ്പി അടിച്ചാലും അതിൽ ഓണർമാർ കലിക്കുന്നുണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സീത്തേട്ടൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ ഒരു വിശ്വാസം വരുന്നില്ല. സീത്തേട്ടൻ ഫുൾ സപ്പോർട്ടാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്തോ. നമുക്ക് എന്നാലും വണ്ടിയിലെടുത്ത് ഏത് വണ്ടി എന്റെ വണ്ടി എല്ലാ വണ്ടിയും നമുക്ക് ഉയരാണ്. പക്ഷേ ജീവിതം ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. പക്ഷേ നമ്മൾ ഒന്നസിന്റെ കൂടെ ഒന്നും എത്തില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് കടക്കാൻ വേണ്ടി ചിന്തിക്കണ്ട. ചെറുതിലോട്ട് ഇപ്പൊ എന്തായാലും ആളുകളുണ്ട് എടുക്കുന്നതിന് പുത്തൻ വണ്ടി ആ സമയത്ത് എല്ലാം ചെറിയ വണ്ടിയോട് കേരളം അറിയിച്ചിട്ട് വലിയ വണ്ടി ഇറങ്ങുന്നു. വലിയ വണ്ടി ഉണ്ടായിരുന്നു. ചേട്ടനൊക്കെ ട്രിപ്പ് പോയിട്ടാണ്. എന്തായാലും ഒരു 3 മാസം കഴിയുമ്പോൾ ഒരു 19 കൂടെ ഇറങ്ങും. ഒരു സർപ്രൈസ് നിങ്ങൾക്ക് ആരും ഇറക്കിയിട്ടില്ല. ആ ഫ്രണ്ടൊന്നും നമ്മൾ തന്നെ വീണ്ടും സർപ്രൈസിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാത്തൂസിന്റെ വക ഇവിടെ തിരുവോണത്തിന്റെ ഒരു സർപ്രൈസ് ആയിട്ട് ഈ ഒരു വണ്ടി വന്നത് വെറുതെ ആയിട്ടില്ല. ഇപ്പം വണ്ടിയുടെ വെളിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം ചെയ്തിട്ടുള്ളത്. പക്ഷെ അതും ചരിത്രമാണ്. 7 ദിവസം കൊണ്ട് ഫുള്ള് വർക്ക്, അതും സ്റ്റിക്കർ വർക്ക് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് പുള്ളിക്കാരൻ ചെയ്തു. വേറെ ജേസിയുടെ അടുത്ത് സ്പെഷ്യൽ താങ്ക്സ് തന്നെ പറയണം. ജേസിയുടെ അടുത്ത് അത് 7 ദിവസം കൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും 7 ദിവസം കൊണ്ട് വണ്ടി വരും? അത് അങ്ങനെ ഓരോ രാത്രി ആകുമ്പോൾ 1 മണിക്കൊക്കെ ഓലാളി കണ്ടോ? എനിക്ക് വീട്ടിൽ പോയിട്ടില്ല. എനിക്ക് ഈ വണ്ടി പണിതിറക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു വടകര വണ്ടിയും ഒരു ചേർത്തല വണ്ടിയും ഇയാൾക്ക് ഇതേ മോഡലിൽ ചെയ്യാൻ വേണ്ടി അഡ്വാൻസ് കിട്ടി.
ഇപ്പൊ കണ്ടിട്ട് എനിക്ക് അഡ്വാൻസ് ഇട്ടേണ്ട ഇതൊക്കെ എനിക്ക് അയച്ചത്. ഞാൻ പറഞ്ഞ കുറച്ച് കുഴപ്പമില്ല. എന്തായാലും ആ പുള്ളി ഭയങ്കര സന്തോഷമായി. കാരണം പണിത വണ്ടിയിൽ ഇതേ മോഡൽ ചെയ്യണം, ഗ്രാഫിക്കിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ചെയ്ത് തന്നാൽ മതി. സെയിം അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, സെയിം വർക്കും സെലക്ഷൻ എല്ലാം കൊടുക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സ്റ്റിക്കർ ഭയങ്കര ഇഷ്ടമുണ്ട്. കാരണം ഒരു എയർ പോലും കയറാത്ത രീതിയിൽ ആ ഒരു മണിക്കൂർ അതിന് ഈ ഒരു സംഭവം കാണുമ്പോഴേ കറക്റ്റ് വരച്ചതായിട്ട് തോന്നുന്നു. ആ ഡിസൈൻ വർക്ക് അത് പറയേണ്ട കാര്യം തന്നെയാണ്, വേറെ ലെവലായിരുന്നു. അപ്പോൾ മച്ചാമാരെ നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയറാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇന്റീരിയർ നമ്മൾ പണ്ട് അജ്മീർ ചെയ്തപ്പം ഫുള്ള് ചെയ്തിട്ടുണ്ട്. അന്ന് കയറിയ ശേഷം ഒരു കല്യാണ ഓട്ടത്തിൽ വീണ്ടും കണ്ട് അജ്മീർ ഹാജി കിടന്ന സമയത്ത് നമ്മൾ കയറി. അതിനുശേഷം ഇന്നാണ് കയറുന്നത്. അപ്പോൾ വേറൊരു ഫീല് തോന്നുന്നുണ്ട്. ആ ഫീലിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അന്ന് വീട് ചെയ്തപ്പോൾ ചേട്ടൻ പറഞ്ഞ അതേ കാര്യം, ഫ്രണ്ടിലുള്ള ഈ ഒരു ക്ലോത്തിൻ്റെ കാര്യം ഒരു സ്പെഷ്യലാണ് അല്ലേ ചേട്ടാ. അപ്പോൾ പിന്നെ ഈ ഒരു ചേട്ടൻ നമ്മുടെ പാത്തോസിൻ്റെ ഫുൾ മാനേജർ ഓളാണ്. അപ്പോൾ ചേട്ടാ ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങളും ഇപ്പം ഈ ഒരു ജയ്ഗുരുവിൻ്റെ കോൺസെപ്റ്റ് ഒന്നില്ലേ, അതെങ്ങനെയാണെന്ന് പറയാം. അത് ഞങ്ങൾ മോലാളിയാണ് പ്ലാൻ ചെയ്തത്. നമ്മൾ ജയ്ഗുരുവിൻ്റെ ഒരു നല്ലൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ജിന്നിറക്കി. അതിനുശേഷം പിന്നെ അടുത്ത് നമ്മൾ ആ ജിന്ന് ഇറങ്ങിയപ്പം സുഹൃത്തേട്ടൻ നിങ്ങൾ ഇവിടെ കാക്കിൽ വിളിച്ചെന്ന് പറഞ്ഞുള്ളതാണ്. അല്ല സുഹൃത്തിനോട് ചോദിച്ചത്, വണ്ടി ഇറക്കട്ടെ നമ്മൾ ചോദിച്ചു, പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞങ്ങൾ വണ്ടി ഇറക്കിയത്. ഇത് നമ്മള് ഇത് ഗ്യാങ്സ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളെ മനസ്സിലുണ്ടായിരുന്നു ഇതുപോലെ ഇറക്കണമെന്ന് നമുക്കുണ്ടായിരുന്നു. കാരണം ഒറ്റ ദിവസം കൊണ്ടിട്ട് വണ്ടി നല്ല ക്ലിക്ക്. അത് മാത്രമല്ല BRS-ലേക്ക് പോയിട്ട് വരുമ്പോ വീണ്ടും കേരളം ഒന്ന് മറ്റേ എട്ടടിയിലെ പിള്ളേർ പറഞ്ഞേ കേരളം ചിലപ്പോൾ നിന്ന് കത്തും. അതുപോലെ തന്നെ കത്തും. ഒരുപാട് പേര് വിളിച്ചു. സൂപ്പറാണ്. അതുപോലെ എനിക്ക് കണ്ടപ്പം കറക്റ്റ് ഒരു പെർഫെക്ഷൻ ഒന്നുണ്ട്. സ്റ്റിക്കർ സിനിക്സ് അല്ലേ, സിനിക്സ് പണ്ട് ആ ചരിവ് വന്നപ്പോഴേ കറക്റ്റ് ആ ഒരു 49 സീറ്റർ ബസ്സിൽ എങ്ങനെ കാണാം അതുപോലെ ഫ്രണ്ട് കാണുമ്പം ആ ഒരു ലുക്ക് തന്നെയാണ്. സൈഡിലോട്ട് വരുമ്പോൾ ഈ ഒരു ഡോറിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ ഡോറും കൂടെ മാറി ഇവിടെ വന്ന കറക്റ്റ് 49 സീറ്റ് ബസ് എങ്ങനെയാണ് അതുപോലെയാണ്. പിന്നെ വണ്ടിയുടെ അകത്തുള്ള സെറ്റ് വർക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്നാലും അതിന് BRS നമ്മൾ ആൽപ്പിൻ ചേട്ടൻ വീണ്ടും ഇതിന്റെ അകത്തുള്ള ഇന്ത്യയുടെ വർക്കിൽ സർപ്രൈസ് ഒക്കെ ലോഡിങ് എന്നാണ് ചേട്ടന്മാര് പറയുന്നത്. എന്തായാലും വിജയ് പറഞ്ഞത് ഐ എം വെയിറ്റിംഗ്. ഓ അപ്പോൾ ക്യാബിനിലെ കാര്യങ്ങളൊക്കെ അത്ര വല്ലാണ്. അപ്പോൾ ചേട്ടന്മാരൊക്കെ പൊളി വെച്ചാൽ വൻ പൊളിയാണ്. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ അകത്തേക്ക് പോകാം. അതുകൊണ്ട് സ്റ്റിയറിങ്ങിൻ്റെ കാര്യവും ബാക്കി ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുള്ളിൻ്റെ കാര്യവും അന്നത്തെ അജ്മീർ ഹാജിയുടെ വീഡിയോ കഴിഞ്ഞ ചേട്ടൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. നമ്മൾ വേറെ വലിയ വർക്കൊന്നുമില്ല, സിമ്പിൾ വർക്ക് തന്നെയാണ്. പക്ഷേ ബാക്കിൽ JBL വെച്ച് അത്യാവശ്യം ഒരു ട്രിപ്പിനൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരതിനെ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറിൽ വലുതായിട്ട് പറഞ്ഞ് പൊലിപ്പിക്കാനൊന്നുമില്ല. അതിന് BRS-ലേക്ക് പോകുന്നുണ്ട്. വരാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. BRS-ൽ പോയിട്ട് വേറെ ലെവലായിട്ട് തന്നെ വണ്ടി വരും, അതിന് അപ്ഡേഷനൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പാത്തൂസിന്റെ ഫാൻസ് പയ്യന്മാർ നമ്മളെ വീഡിയോ എടുക്കാൻ വന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ വന്ന് നിൽപ്പുണ്ട്. എടാ പേര് പറഞ്ഞു സെതു, എന്ത് കണ്ടാണ് വണ്ടി കാണാൻ വന്നത്? എങ്ങനെയുണ്ട് വണ്ടി? പവറാക്കാം. വണ്ടി എങ്ങനെയുണ്ട്? അടിപൊളി. ഇഷ്ടപ്പെട്ട് ട്രിപ്പ് പോകുന്ന പോവാം, സെറ്റാക്കാം. ചേട്ടാ പേര് പറഞ്ഞോ? ഷിജിൻ. നിങ്ങളെ വണ്ടിയുടെ പാർട്ടാണ് ഇതിപ്പം. ഏത് വണ്ടിയുടെ ആൾക്ക് ക്രൂവിൻ്റെ അടുത്ത് പോയി ചോദിച്ചാലും അതന്നെ, നമ്മൾ ഏതൊരു വണ്ടിയുടെ ക്രൂവിൻ്റെ അടുത്ത് പോയി ചോദിച്ചാലും ഇവിടെയൊക്കെ ഉള്ളതാണ്. പക്ഷെ അറിഞ്ഞു വരുമ്പം വണ്ടിയുടെ എല്ലാം ആയിരിക്കും. എഡിറ്റർ വേറെ ഇപ്പോഴത്തെ എഡിറ്റർ പയ്യന്മാരൊക്കെ വേറെ ലെവലല്ലേ, ബീറ്റ്സിന് അനുസരിച്ചല്ലേ എഡിറ്റ് ചെയ്യാറുള്ളൂ. നമ്മുടെ പാത്തൂസിന്റെ ഒഫീഷ്യൽ എഡിറ്ററാണ് ചേട്ടാ. ഹൈ പേര് പറഞ്ഞു? മുഹമ്മദ് ഫൈസൽ. വണ്ടി എങ്ങനെയുണ്ടാ? കൊള്ളാം. വെളിയിലെ വർക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ട്രിപ്പ് പോവാം, സെറ്റാക്കാം, പൊളിക്കാം. അടിപൊളി, വേറെ ലെവല്. ഹലോ പേര് പറഞ്ഞല്ലോ. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി വേറെ ലെവലാണ്. വണ്ടിയെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ലുക്കുണ്ട്, വേറെ ലെവലാണ്. അപ്പോൾ എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മാത്രമല്ല എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. എന്നാണ് വെളിയിലുള്ള ആ ഒരു സ്റ്റിക്കർ വർക്ക് വേറെ ലെവലാക്കിയിട്ടുണ്ട്. ഏതൊരു പ്രസ്ഥാനമായാലും, ഇപ്പോൾ വണ്ടി പ്രസ്ഥാനമായാലും അല്ലെങ്കിൽ എന്തൊരു ബിസിനസ് ഫീൽഡായാലും പിറകിൽ നിൽക്കുക ഒരു പയ്യൻ കാണും, അല്ലെങ്കിൽ പിറകിൽ നിൽക്കുക ഒന്നിലധികം ആൾക്കാരാണ്. അതിപ്പോൾ നമ്മുടെ ഒരു കാര്യമാവട്ടെ അല്ലെങ്കിൽ ഒരു പാത്തൂസിൻ്റെ ഈ ഒരു വണ്ടിയുടെ ചെയ്യുമ്പോൾ ഏതൊരു വണ്ടി പ്രസ്ഥാനം എടുത്താലും കൂടെ നിൽക്കുന്നവരാണ് അതിൻ്റെ ഒരു ചങ്ക് പോളി. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പം തന്നെ 2 ചേട്ടന്മാർ ഇഷ്ടംപോലെ പണിയുണ്ടായിരുന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോൾ വേറെ ലെവലായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വരുന്നതിന് മുമ്പ് വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി വേറെ ലെവലാണ് വണ്ടിയുടെ കൂടെ നിൽക്കുന്നവർ. വണ്ടിയുടെ ഇന്നലെ രാത്രി ഞാൻ വിളിച്ചാണ് ഇവനെ വിളിച്ചാണ്, വണ്ടിയെ കണ്ടോട്ട് ഇവനെ വിളിച്ചാണ്. ഇന്ന് രാവിലെ വിളിക്കില്ല വീഡിയോ എടുക്കാൻ വരെ.
അപ്പോൾ അതാണ് കാരണം വണ്ടിയെ സ്നേഹിച്ച് വണ്ടിയുടെ ഒപ്പം നിൽക്കുന്ന ഒരുപാട് പയ്യന്മാരുണ്ട്, ഒരുപാട് പയ്യന്മാരുണ്ട്. അവരൊക്കെ പറഞ്ഞാൽ തീരത്തില്ല. വേറെ ലെവലാണ് എല്ലാവരും. ഇതിപ്പം എന്ത് കാര്യം ആയിക്കൊള്ളട്ടെ, വേറെ എന്ന് വെച്ചാൽ വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ വണ്ടിയുടെ ഇന്ത്യയിലുള്ള കാര്യങ്ങളൊക്കെ അത്രയില്ലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പാത്തൂസിൻ്റെ ഈ ഒരു കുട്ടിക്കൊമ്പൻ എന്ന് പറയല്ലേ, കിടിലൻ വണ്ടിയുടെ ഒരു റിവ്യൂവും നമ്മുടെ ചേട്ടൻ്റെ ഒരു വിശേഷങ്ങളെല്ലാം കണ്ടപ്പം തിരുവോണത്തിൻ്റെതായിട്ട് ഇവരുടെ സർപ്രൈസ് തീരുന്നില്ല. ഇനിയും അടുത്ത വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു കിടിലൻ വണ്ടിയുടെ വീഡിയോയും നമ്മുടെ ഒരു ക്രൂവിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നായിരുന്നു. നമ്മൾ നേരത്തെ വന്നാണ് ഇവരെ എല്ലാവരും നേരത്തെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പാത്തൂസിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ എല്ലാവർക്കും മോഗ്ര വ്ളോഗേഴ്സിൻ്റെ ഒരു ഹൃദയം തരം ഓണാശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര വ്ളോഗേഴ്സ്. ബൈ.